ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഖാസി നാലകത്ത് മുഹമ്മദ് കോയ ഫൗണ്ടേഷന്റെ 16ാം വാർഷികവും അവാർഡ് ദാന ചടങ്ങും ഡിസംബർ 22-ന് ഹോട്ടൽ ട്രൈപ്പൻഡയിൽ നടക്കും. അവാർഡ് ദാനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറും ഭവന പദ്ധതിയുടെ ലോഞ്ചിംഗ് കർണാടക സ്പീക്കർ അഡ്വക്കേറ്റ് UT ഖാദറും നിർവഹിക്കും. നമുക്കറിയാം, കുറ്റിച്ചിറയിലെ ഒരു ഹെറിറ്റേജ് മോസ്കാണ് മിഷ്കൽ പള്ളി. കോഴിക്കോട്ടെ ഖാസിമാരുടെ ആസ്ഥാന കേന്ദ്രമാണ് കോഴിക്കോട്. ആ ഖാസി പദത്തില് 4 പതിറ്റാണ്ട് കാലം അദ്ദേഹം പ്രവർത്തിക്കുകയും 10 വർഷക്കാലം അദ്ദേഹത്തിന്റെ പിതാവിനോടൊപ്പം പ്രവർത്തിച്ച അടിസ്ഥാനത്തിലാണ് 1/2 നൂറ്റാണ്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതിന്റെ വാർഷികം നമ്മൾ വരുന്ന 22-ാം തീയതി നടത്തുകയാണ്. നമ്മളെല്ലാ വാർഷികത്തിനൊരു പദ്ധതി അനൗൺസ് ചെയ്യാറുണ്ട്. അതാണ് ഭൂമിയിലുള്ള ഭവനരഹിതരായ 10 കുടുംബങ്ങൾക്ക് വീട് നൽകുന്ന പദ്ധതിയാണ്. ഒരു വീടിന് 10 ലക്ഷം രൂപ കണക്കാക്കി 1 CR ഒരു പദ്ധതിയാണ് അന്ന് തുടക്കം കുറിക്കുന്നത്. സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മംഗലാപുരം ഏനപ്പോയ ഡീംഡ് യൂണിവേഴ്സിറ്റി ചാൻസലറും ഏനപ്പോയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞിക്കാണ് ഈ വർഷത്തെ ഖാസി ഫൗണ്ടേഷൻ അവാർഡ് സമർപ്പിക്കുന്നത്. ചടങ്ങിൽ ഫൗണ്ടേഷൻ നടപ്പാക്കുന്ന കിടപ്പാടം ഭവന പദ്ധതിയുടെയും എജുലിഫ്റ്റ് പദ്ധതിയുടെയും ലോഞ്ചിങ്ങും നിർവഹിക്കും. അവാർഡ് ദാനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറും ഭവന പദ്ധതിയുടെ ലോഞ്ചിംഗ് കർണാടക സ്പീക്കർ അഡ്വക്കേറ്റ് UT ഖാദറും നിർവഹിക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ അതിഥികളായി എത്തുമെന്നും ഖാസി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ K കുഞ്ഞാലി, ജനറൽ സെക്രട്ടറി MV റംസി ഇസ്മായിൽ, ട്രഷറർ KV ഇസ്ഹാഖ്, CA ഉമ്മർ കോയ, MV മുഹമ്മദ് അലി തുടങ്ങിയവർ അറിയിച്ചു. 10 പേർക്ക് 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നമ്മുടെ എജുലിഫ്റ്റ് സ്കോളർഷിപ്പ് പദ്ധതിയും അന്ന് തുടങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടലുണ്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PA മുഹമ്മദ്